മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. മതമേതായാലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ പറയും നിങ്ങളൊക്കെ കേട്ടോളണമെന്നാണ്. അതായത് എൻ്റെ മതത്തിലേക്ക്, എൻ്റെ അഭിപ്രായത്തിൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ നിന്നോളണം. എനിക്ക് ഞാൻ ജാതി ഉപേക്ഷിച്ച് മതം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഗുരുനിത്യയുടെ അടുത്ത് ചെല്ലുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നത് മനുഷ്യർ ദൈവത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഞങ്ങളെന്നും നിങ്ങളെന്നും പറഞ്ഞ് ശത്രുക്കളെ പോലെ കഴിയുന്നത് എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ചെകുത്താൻ്റെ പേരിലല്ല, ദൈവത്തിൻ്റെ പേരിൽ. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് ഞങ്ങളെന്നും നിങ്ങളെന്നും പറഞ്ഞ് മതിൽ കെട്ടി നമ്മൾ ശത്രുക്കളെ പോലെ പരസ്പരം പോരടിക്കുന്നത്. ഇരുട്ടിൻ്റെ പേരിലല്ല. ഇത് ഒരു ദൈവഭക്തനായ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഞാനൊരു വഴി കണ്ടെത്തുന്നത്, എനിക്കൊരു ഉത്തരം തരുന്നത്, ഞങ്ങളെന്നും നിങ്ങളെന്നും പറയാതെ സർവ മനുഷ്യരെയും ഒന്നായി കണ്ട് ഇരിക്കുന്ന ഒരു ബോധത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഗുരുവിലാണ്. എന്താണ് ഗുരുവിൻ്റെ പ്രത്യേകത? ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ ധർമ്മം മതി, ധർമ്മം മതി, ധർമ്മം മതി യഥോചിതം. ഒന്ന് ആലോചിച്ചു. ഒരു ഗുരു ഒരു കാര്യം പറയുമ്പോൾ അതിന് നേർവിപരീതമായിട്ടുള്ളൊരു കാര്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പറയും. നമ്മളുടെ ഭാഷയിൽ അത് ഗുരുത്തക്കേടാണ്. നൂറ്റാണ്ടുകളായിട്ട് അത് ഗുരുത്തക്കേടാണ്. സ്വാഭാവികമായിട്ടും ഗുരുവിൻ്റെ മറ്റ് ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഗുരു അയ്യപ്പനിങ്ങനെ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചിട്ട്, സഹോദരൻ അയ്യപ്പൻ പരിഹസിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കത് പരിഹാസമായിട്ട് തോന്നുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് ധർമ്മം മതി എന്ന് പറയുന്നു. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞത്, അയ്യപ്പൻ്റെ വാക്കിൽ ദൈവമില്ലായിരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, അത് മതി. ഗുരു ദൈവദശകം നമ്മളിന്ന് ചൊല്ലിയ ദൈവദശകം എഴുതിയപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതി. അപ്പം നമുക്കൊന്നത് സഹിക്കാൻ പറ്റില്ല. ഗുരുവിൻ്റെ കൂടെ ജീവിക്കുന്ന ആളല്ല. സയൻസ് ദശകം വീണ്ടും ആളുകൾ വന്ന് ഗുരുവിനോട് പറഞ്ഞു. ഗുരു ദൈവദശകം എഴുതി കഴിഞ്ഞപ്പോൾ അയ്യപ്പനുണ്ട് അവിടെ സയൻസ് ദശകം എഴുതിയിരിക്കുന്നു. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യപ്പൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശിവഗിരിയിൽ ദൈവദശകം ചൊല്ലിക്കഴിഞ്ഞാൽ സയൻസ് ദശകവും കൂടി ചൊല്ലിക്കോളുമാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ ഇത് ജീവിക്കാൻ എളുപ്പമല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ എന്താണ് നമുക്ക് ഗുരുവിനെ പോലെ അതിനെ ചേർത്ത് വെക്കാൻ പറ്റാത്തത്? ഞാനിപ്പോൾ ഈ കഥ 100 സ്ഥലത്ത് പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഗുരുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാവുക എപ്പോഴാണ്? അപ്പം ഞാനിത് പറഞ്ഞു, ഞാനിത് കേട്ടു, ഓ ഗുരു മഹാൻ എന്ന് പറഞ്ഞിട്ട്, ഗുരുദേവൻ മഹാനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഗുരുവിനെ നമ്മൾ മഹാനാക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടേക്കാണ് പകർത്തുക? ഗുരു നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന എത്രയോ പാഠങ്ങളുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ ലൈഫിലേക്ക് പകർത്തിയിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചിരുന്നത് പകർത്തിയിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്. ഞാൻ എന്നിട്ട് ഫീൽഡ് ഹിൽ ഗുരുകുലത്തിൽ ചെന്നു. 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുടുംബം ഗുരുകുലത്തിലേക്ക് വരികയാണ്. ഒരു റിട്ടയേർഡ് പ്രൊഫസറും ആളുടെ ഭാര്യ, ആളുടെ മകളും ഹസ്ബൻഡും 3 മക്കളും. അപ്പം ഞാൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു ഒരു കുടുംബം വന്നിട്ടുണ്ട് ഗുരുവിനെ കാണാൻ. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, അവർക്കെല്ലാം കസേര ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ പുറത്ത് വരുമ്പോൾ കുട്ടികൾ, ഒരാൾക്ക് 11 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. അപ്പം ഞാൻ
ഞാൻ ഗുരുവിൻ്റെ കസേരയുടെ മുമ്പിൽ 4 കസേര ഇട്ട് കൊടുത്തു മുതിർന്നവർക്ക്. കുട്ടികൾ അവിടെ ഹാളിൽ മാറി നിന്ന് കളിക്കുന്നുണ്ട്. ഗുരു വന്ന് ഗുരുവിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് എന്നെ നോക്കി. എന്നോട് പറഞ്ഞു, ഞാൻ തന്നോട് എല്ലാവർക്കും കസേര ഇട്ട് കൊടുക്കാനല്ലേ പറഞ്ഞത്? കുട്ടികളെന്താ മനുഷ്യരല്ലേ? അവർ നിനക്ക് ജാതിയിൽ കുറഞ്ഞവരാണ്. നിന്റെ ഉള്ളിൽ നിന്ന് ജാതി പോയിട്ടില്ല അല്ലേ? നമ്മൾ ജാതി മതമൊക്കെ വിട്ടിട്ട് 10 അല്ലേ? പക്ഷെ കുട്ടികൾ മുതിർന്നവരെ പോലെ റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികളെ വേണ്ടത്ര നമ്മൾ പരിഗണിക്കേണ്ടതില്ല, അവർക്ക് നമ്മൾ കസേരയിട്ട് കൊടുക്കേണ്ടതില്ല എന്നേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ തോന്നിയിരുന്ന മനുഷ്യരെയാണ് ഗുരു അടുത്ത് പിടിച്ച് കസേരയിട്ട് കൊടുത്തത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തിരുന്ന മനുഷ്യരെ അവരെ കസേരയിട്ട് കൊടുക്കേണ്ടതില്ല എന്ന് കരുതി ജീവിപ്പിച്ചിരുന്നിടത്താണ് ഗുരു കസേരയിട്ട് തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ കസേരയിട്ട് കൊടുക്കാത്തത് ആർക്കൊക്കെയാണെന്നൊന്ന് നോക്കണം. നമ്മൾ ചേർത്ത് പിടിക്കാതെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് നമ്മളിലെ ജാതി ബോധം നമുക്ക് മനസ്സിലാവുക. അന്ന് ഗുരുനിത്യ നിങ്ങൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരുകുലത്തെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജാതി ഭേദമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ ആ കുട്ടിക്ക് കസേര ഇട്ട് കൊടുക്കാതിരുന്നത്? നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ കുട്ടികളെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ കുട്ടികളെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. 100 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു. 6 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ. എന്നിട്ട് ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്താ? നമ്മളെല്ലാവരും കുട്ടികളുടെ പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്. ആ 100 കുട്ടികളും കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 100 കുട്ടികളും ആദ്യം പറഞ്ഞത് ഒരൊറ്റ കാര്യം. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവരിൽ എന്ത് മാറ്റം ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികളിൽ 100% കുട്ടികളും ആദ്യം എഴുതിയ ഉത്തരം, മുതിർന്നവർ ഒന്ന് ഒച്ച കുറച്ച് സംസാരിക്കാൻ പറ്റുമോ. അപ്പോഴാണ് നമ്മൾ ഗുരു പറയുന്ന അഘമണയ എന്തിനാണ് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കുന്നത്? ആരോടാണ് ഒച്ച വെച്ച് സംസാരിച്ചിരുന്നത്? നമ്മുടെ ചരിത്രത്തിൽ അടിമകളോട് ഉടമകൾ ചാട്ടവാറ കൊണ്ട് അടിച്ച് നിലവിളിച്ച് ഉഴട, അതെടുക്കടാ ഇതെടുക്കടാ എന്ന് ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു, നിലവിളിച്ച് ആക്രോശിക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ചത് നമ്മളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്നാണ്. നമ്മളെല്ലാവരും നമുക്ക് താഴെയുള്ളവരോടെല്ലാം സന്ദർഭം വരുമ്പോഴൊക്കെ ആക്രോശിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ് ജാതി പോയവരാണ്. ഈഴവൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ എന്ന് പറയുന്നതല്ല പോവേണ്ടത്. ഈ ജാതി പോലെ തുല്യതയോടെ പെരുമാറുക ജൈവികമായിട്ട് നമുക്കില്ലാത്ത ഒരു ഗുണമാണ് ഗുരു നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. അതിനു മുമ്പ് അറിവുള്ള മഹാത്മാക്കൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ തുല്യതയോടെ സർവരോടും പെരുമാറിയവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ചിലപ്പോൾ വിഷമിച്ചു പോകും. ഗുരു പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇത് ഗുരു പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പറയാൻ പോകുന്നത് അതാണ്. ഗുരുവിൻ്റെ ദർശനം, നാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ച ദർശനം, ഒരു ഗുരു എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗുരുവിനോട് പറഞ്ഞ ആ കുട്ടികൾക്ക് കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ 3 കുട്ടികൾക്ക് കസേര ഇട്ട് കൊടുത്തു. ആ 7 വയസ്സും 9 വയസ്സും 11 വയസ്സുള്ള കുട്ടി
അവിടെ വന്ന് നീണ്ടു നിവർന്നിരുന്നത് ഇന്നും എൻ്റെ മുമ്പിൽ. പണ്ട് അരുവിപ്പുറത്ത് ഗുരു ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആരുടെയും ദേഷ്യമുള്ള മുഖം കാണാതെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ ഒരിടം ഗുരു ഉണ്ടാക്കി തന്നപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണോ നിവർന്നിരുന്നത് അതുപോലെയാണ് ആ 3 മക്കൾ ഗുരുവിൻ്റെ മുമ്പിൽ നിവർന്നിരുന്നത്. അതൊരു പ്രതിഷ്ഠയാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇനി അതാണ്. നമ്മളിനിയും ക്ഷേത്രം കൊടുത്തിട്ടില്ലാത്ത, ആരാധിക്കാൻ അന്തരീക്ഷം ഒരുക്കി കൊടുത്തിട്ടില്ലാത്ത കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ട്, കുറേ വ്യക്തികളുണ്ട്. അന്ന് ആ കുട്ടികളിങ്ങനെ നിവർന്നിരുന്നപ്പോൾ ഗുരു എല്ലാവരെയും നോക്കിയാണ് സംസാരിക്കുന്നത്. ഗുരു ആ 7 വയസ്സായ കുട്ടീനെയും നോക്കുന്നുണ്ട്, 9 വയസ്സായ കുട്ടീനെ നോക്കുന്നുണ്ട്, 11 വയസ്സായ കുട്ടീനെ നോക്കുന്നുണ്ട്. എല്ലാവരോടും സംസാരിക്കുന്നു. നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മുമ്പിൽ 10 ആൾ വന്നിരുന്നു എന്ന് കരുതുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളിലേക്ക് ഐ കോണ്ടാക്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. നമ്മളെല്ലാവരെയും ശ്രദ്ധിക്കില്ല, പ്രധാനപ്പെട്ടവരിലേക്ക് മാത്രം ശ്രദ്ധിക്കും. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ നോക്കിയിരിക്കും. ഇവിടെയാണ് ഗുരു തിരുത്തുന്നത്. ഞാൻ 2 വർഷം മുൻപ് ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രഭാഷണം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി സാരിയൊക്കെ എടുത്ത് നല്ല മിടുക്കി എൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഷൗക്കത്ത് മാമനെ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. പണ്ട് ഗുരുവപ്പൂപ്പൻ കസാരയിട്ട് തന്ന് ഇരുത്തിച്ചില്ലേ, ആ 9 വയസ്സുകാരിയാണ് ഞാനിന്നൊരു കോളേജ് പ്രൊഫസറാണ്. ഞാൻ PhD ഒക്കെ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അന്നും അതിന് ശേഷവും എന്നെ ഇതുപോലെ റെസ്പെക്റ്റ് ചെയ്ത ഒരാളെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അന്ന് ഗുരു കസേരയിട്ട് തന്ന് 9 വയസ്സുകാരിയായ എൻ്റെ കണ്ണിലേക്ക് നോക്കി നാരായണ ഗുരുവിൻ്റെ ദർശനം പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കുട്ടിയല്ലാതെയായി, ഞാനൊരു വ്യക്തിയായി. എന്നെ ഗുരുവിനെ പോലെ തന്നെ ഒരു മനുഷ്യനായി കണ്ട് ഒരാൾ എൻ്റെ കണ്ണിൽ നോക്കി സംസാരിച്ചത് ആദ്യമായിട്ടായിരുന്നു. അതിനുശേഷവും ഞാൻ ഒരുപാട് പഠിച്ചെങ്കിലും ഒരു അധ്യാപകരും എന്നെ ഈക്വലായിട്ട് നോക്കിയിട്ടില്ല. അവരെ പോലെ തുല്യതയോടെ പെരുമാറിയിട്ടില്ല. ഒന്നുകിൽ ഒരു പെണ്ണായി കണ്ട് മാറ്റി നിർത്തും, അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞവൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും, അറിവിൽ കുറഞ്ഞവൾ എന്ന് കരുതി മാറ്റി നിർത്തും. ഇതൊന്നുമില്ലാതിരുന്നപ്പോഴും തന്നെ പോലെ തന്നെ ഒരു വ്യക്തിയോടെന്നതുപോലെ എൻ്റെ കണ്ണിൽ നോക്കി ഗുരു സംസാരിച്ചു. ഇതിനെയാണ് ജാതി ഭേദമില്ലാതെ സോദരത്വേന വാഴുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഈ പുസ്തകം എഴുതിയത് ഗുരു ഈ അനുഭവം കണ്ടിട്ട് 25 വർഷം കഴിഞ്ഞിട്ടാണ്. ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്കെന്താ പറയാനുള്ളത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മുതിർന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമനിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം. ഷൗക്കത്ത് മാമൻ ഇവിടെ സ്ഥിരം വീട്ടിൽ വരുന്നുണ്ടല്ലോ, ഷൗക്കത്ത് മാമനിൽ ഉണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ചോദിച്ചു, ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കലാണ് മഹത്വം എന്നാണ്. ഞാൻ ആ കുട്ടി എന്നോട് പറയുകയാണ്, ഷൗക്കത്ത് മാമൻ വീട്ടിൽ വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കും, എനിക്ക് മിഠായി തരും, സുഖല്ലേ എന്ന് ചോദിക്കും, എന്നും സ്നേഹത്തോടെ മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. പക്ഷെ അതല്ല എനിക്ക് വേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം, പിന്നെ എന്താണ് വേണ്ടത്? ഇവൻ ചോദിച്ചു, എന്താണ് മോനെ പ്രശ്നം എന്തായിരുന്നു? ഷൗക്കത്ത് മാമൻ എന്നോട് സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൂടെ അച്ഛനും അമ്മയും ഇവിടെ സോഫയിൽ വന്നിരിക്കും, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. 9 വയസ്സായ കുട്ടിയാണ്. നിങ്ങളും അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചു തുടങ്ങും. തൊട്ടപ്പുറത്തിരിക്കുന്ന എനിക്ക് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരിക്കലും ഷൗക്കത്ത് മാമൻ ഐ കോണ്ടാക്ട് തന്നിട്ടില്ല, എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. അച്ഛനും അമ്മേനെയും മാത്രം നോക്കിയിട്ടാണ് അതെന്താണ് എന്നെ നോക്കി സംസാരിക്കാത്തത്? ഷൗക്കത്ത് മാമൻ അറിയോ, ഞങ്ങൾക്ക് സ്നേഹം മാത്രമല്ല വേണ്ടത്, റെസ്പെക്റ്റും കൂടി വേണം. ഇത് പുതിയ കുട്ടികൾ നമ്മളോട് സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യം
ആണ് ഗുരു നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. പണ്ട് ബ്രഹ്മവിദ്യ അറിഞ്ഞ ആളുകൾക്കും തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ കയറ്റാതിരിക്കുന്ന മനുഷ്യരുണ്ട്, അവരെ കയറ്റണമെന്ന് തോന്നിയിട്ടില്ല. വഴിമാറി നടക്കുന്ന മനുഷ്യര് ഞങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നടന്നോട്ടെ എന്ന് തോന്നിയിട്ടില്ല. നമ്മൾക്കിന്ന് കുട്ടികൾ നമ്മൾ പരിഗണിക്കേണ്ടവരാണ് എന്ന് തോന്നാത്തതുപോലെ. അതുകൊണ്ട് ഗുരുവിൻ്റെ ജാതി ഭേദമില്ലായ്മ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് കേട്ടുപഠിച്ച നമ്മൾ ഇനി സർവരെയും ബഹുമാനിക്കണമെന്ന് തിരുത്തി പറയേണ്ടതുണ്ട്. ഉയർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് ജാതി ചിന്ത. താഴെയുള്ളവരെ ഒന്നും ബഹുമാനിക്കണ്ട, അവർ ഏഴകളായി ഈ തെരുവിൽ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണ് നൂറ്റാണ്ടുകളായി മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അവിടെയാണ് ഗുരു വന്നിട്ട് ഏഴകളില്ല, ഉയർന്നവരും താഴ്ന്നവരുമില്ല, സർവരും മനുഷ്യരാണ്, മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി. അവിടെ കുട്ടികളില്ല, ആണില്ല, പെണ്ണില്ല, മുതിർന്നവരോ താഴ്ന്നവരോ ഇല്ല. ആത്മാവിലെല്ലാവരും ഈക്വലാണ്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, ആത്മരൂപത്തിന് ഏറ്റക്കുറച്ചിലില്ല. അതാണ് ആ യൂട്യൂബിലെ കുട്ടി പറഞ്ഞത്. എൻ്റെ വീട്ടിൽ വന്ന അതിഥിയോട് എത്ര മര്യാദയ്ക്കാണ് ആ അമ്മ പെരുമാറിയത്, അതുപോലെ സർവരോടും പെരുമാറേണ്ട ഒരു ബോധത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കുക. നല്ല പണിയാണ്. ആ പണിക്ക് പറയേണ്ട പേരാണ് തപസ്. നമ്മളിപ്പോൾ ഇവിടെ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതിനപ്പുറത്ത് ഗണപതിയെയും ഇപ്പുറത്ത് ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുവിനെ നമസ്കരിക്കും, ദിവസം പോയി നമസ്കരിക്കും. അപ്പം ഞാനാണെങ്കിൽ സാഷ്ടാംഗമാണ് നമസ്കരിക്കുക. കാരണം പോരുന്നതൊക്കെ ഒന്ന് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമസ്കാരം കുറഞ്ഞിട്ട് ഇനി ഗുരുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം കുറയണ്ടെന്ന് കരുതി ദിവസവും രാവിലെ വൈകുന്നേരം പോയി നമസ്കരിക്കും. അപ്പോൾ ഒരു ദിവസം ഗുരു എന്നോട് പറഞ്ഞു, എടോ താൻ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ കാലിൽ നീരാണ്. താൻ വന്ന് തൻ്റെ തല എൻ്റെ കാലിൽ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. താനാണെങ്കിൽ പൂർണ്ണമായിട്ട് നമസ്കരിച്ച് തല കൊണ്ടത് അവിടെ ഒട്ടിച്ചാണ് വെക്കുക. അപ്പം താൻ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഈ നമസ്കരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയോ? അപ്പം നമ്മൾക്കെന്താ ആ അനുഗ്രഹം പോരാൻ വേണ്ടിയിട്ടാണ്. ഒരു അനുഗ്രഹത്തിന് എന്ത് അനുഗ്രഹമാണോ എൻ്റെ കാലിൽ താൻ തല കൊണ്ടെന്ന് മുട്ടിച്ചാൽ കിട്ടുക? ആകെ ഉണ്ടാവുന്നത് എനിക്ക് കുറേ വേദന മാത്രമാണ്. എടോ ഇതൊരു എഗ്രിമെൻ്റ് ആണ്. ഗുരു പറയാണ്, എന്താണ് എഗ്രിമെൻ്റ്? നീ പറയാണ്, നീ എന്താ ചെയ്യുന്നത്? നിന്റെ തല കൊണ്ടുവന്ന് എൻ്റെ കാലിൽ വെക്കുന്നു. അപ്പം എത്ര ശരീരമുണ്ട്? പേപ്പറിന് 2 ശരീരം ഇല്ല, 1 ശരീരം. തൻ്റെ തല കൊണ്ടുവന്ന് എൻ്റെ കാലിൽ വെച്ചാൽ പിന്നെ എൻ്റെ തലയും തൻ്റെ കാലും ഒറ്റ ശരീരമായി. താൻ എന്താണ് പറയുന്നത്? ഗുരു, ഇത്രയും നാൾ എൻ്റെ തല പറയുന്നത് പോലെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ തല പറയുന്നത് പോലെ ജീവിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടായില്ല. അതാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഗുരുവിൻ്റെ തല പറയുന്നത് പോലെ ഞാൻ ജീവിച്ചു കൊള്ളാമെന്നുള്ള എഗ്രിമെൻ്റാണ് ഈ തല കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. തലയല്ല സമർപ്പിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ അഭിപ്രായത്തിനും മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിച്ച എനിക്ക് സമാധാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളെ, എൻ്റെ മുൻവിധികളെ, എൻ്റെ തീരുമാനങ്ങളെയൊക്കെ ഞാൻ ഗുരുവിൻ്റെ കാൽക്കൽ ഇതാ സമർപ്പിക്കുന്നു. ഇനി ഗുരുവിൻ്റെ തല പറയുന്നത് പോലെ ഞാൻ ജീവിക്കാം. ഇതിപ്പോൾ ദിവസവും താൻ എൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് തലവെക്കേണ്ട കാര്യമില്ല. ആ ഉടമ്പടി അനുസരിച്ച് താൻ ജീവിച്ചാൽ മതി. ആ ഉടമ്പടി എങ്ങനെ അനുസരിച്ചിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ തലവെട്ടി കളഞ്ഞ് അവിടെ ഗുരുവിൻ്റെ തല വെക്കണം. അതാണ് നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുള്ള ഗണപതി.